ഇപ്പൊ ഇതുവഴി ഒരാൾ ഓടിപ്പോകുന്നത് കണ്ടോ? ഇല്ല. അവൻ എവിടെ പോയി? അവനെ പിടിക്കണമല്ലോ. ഞാൻ കണ്ടു. ഇവിടെ എത്തി. നമ്മുടെ അർഷത്തിനകത്തായിട്ട് ഒരു ചെറിയ പണടം ഉണ്ടായിരുന്നു. ഒന്നുമില്ല, ഒരു 10 lakhs തിരിമറി. ഇവിടെ വന്ന് നോക്കുമ്പോ ഒരു 10 ഉറുപ്പിക മിസ്സിങ്. അത് പല പല കുഞ്ഞിരാമന്മാർക്ക് കൊടുത്തോ, തട്ടകത്ത വർഗീസിന് കൊടുത്തോ, ഒരു പിടിയും കിട്ടുന്നില്ല. നീ എന്താ ഇവിടെ വല്ല പണടം അവിടെ ഉണ്ടോ? അല്ല. അതെ. നിനക്ക് എത്ര പണം വേണം? 1 2 3 4 5 6 7 8 9 10 12 13 15 16 15 17 18 19 പോയാ പാട്ടെ. അങ്ങനെ ഒരു ടയർ ഇവിടെ മാറ്റി. ടയറോ? അതെ, ഇവിടെ ആർക്കും ഒരു ഉത്തരവാദിത്തമില്ല. ഈ ബസ് ബ്രേക്ക് ഡൗൺ ആയി കിടക്കാൻ നോട്ടെ എത്ര ദിവസമായി അറിയോ? വേണമെങ്കിൽ കേറി ഇരുന്നോ, പക്ഷേ ഈ ബസ് ഓട്ടൊന്നും പോകത്തില്ല. ഡോക്ടർ, അന്ന് എനിക്കുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞ ടെൻഷനെല്ലാം മാറി. ഇപ്പൊ എനിക്ക് ഒരു അസുഖമില്ല. പക്ഷേ ഇനി എവിടെ കഴിയാണെങ്കിൽ എനിക്കില്ലാത്ത ഭാഗം വരും. ഗോപി, ഒരു 2 ദിവസം കൂടെ ശ്രമിക്കും. ഒരു ചെക്കപ്പ് കൂടെ കഴിഞ്ഞിട്ട് വേണ്ടത് ചെയ്യാം. ഡോക്ടർ, എങ്ങനെയെങ്കിലും പ്ലീസ്. തൽക്കാലം ഒരു കാര്യം ചെയ്യാം. ഗോപി ഇവിടുന്ന് പേവാറിലേക്ക് മാറ്റാം. പിന്നെ മുറി തന്നെ എപ്പോഴും ഇരിക്കണമെന്നില്ല. മുറ്റത്തൊക്കെ പോയി റിലാക്സ് ചെയ്തൂടെ? കരയരുത് മോളെ. ഇങ്ങനെയൊക്കെ നടക്കാനാണ് വിധി. ഗോപിയേട്ടന്റെ കാര്യം ഓർക്കുമ്പോഴാ എനിക്ക്. മോളെ ഇഷ്ടമുള്ള ഒരാളുടെ കൂടെ പറഞ്ഞയക്കുന്നതിൽ അവന് സന്തോഷിക്കുന്നുണ്ടാവും. അവന്റെ മനസ്സിന്റെ വിഷമം കൊണ്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും. വിഷമിക്കണ്ട. ഗോപേട്ടൻ എനിക്ക് മാപ്പ് തന്ന് അനുഗ്രഹിക്കണം. ഇവിടെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കാൻ എനിക്ക് താല്പര്യമില്ല. നിനക്ക് പോവാം. സാരമില്ല, വാ. ഈ തറവാട്ടുമുറ്റത്ത് വെച്ച് അവളുടെ കഴുത്തിൽ താലി കെട്ടുന്നത് കാണാനുള്ള ഭാഗ്യം എനിക്കുണ്ടായില്ലല്ലോ. അവൾക്കൊരു ജീവിതം കിട്ടിയതിൽ സന്തോഷിക്കല്ലേ വേണ്ട ജാനകി? അവരാശുപത്രിയിൽ ചെന്നിട്ട് ഗോപി മുഖത്ത് പോലും നോക്കിയില്ലത്രേ. ഈ കല്യാണം നടത്താൻ ഞാനും കൂട്ടു നിന്നൊന്ന് തോന്നുന്നുണ്ടാവുമോ ഗോപിക്ക്? നീ എന്തിനാ ഈ ആവശ്യമില്ലാത്ത കാര്യമൊക്കെ ചിന്തിക്കണേ? അവന്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയിൽ അങ്ങനെയൊക്കെ പെരുമാറിണ്ടാവും. കുറച്ചുകൂടെ നേരത്തെ കാവിൽ വിളക്ക് വെച്ച് വന്നുകൂടെ നിനക്ക്? അമ്മേ, മായ ചേച്ചി ആശുപത്രിയിൽ പോണെന്ന് പറഞ്ഞിരിക്കാ. ഞാനും കൂടെ ഒന്ന് പൊയ്ക്കോട്ടെ. അവിടെ എന്താ ഇപ്പോ മിണ്ടാണ്ടിരുന്നോ നീ? ഈ ആഴ്ച അവനിങ്ങ് എത്തുവോ ശങ്കര?
എന്നാണ് ഡോക്ടർ പറഞ്ഞത്. മുകളിലൊരാളുണ്ടല്ലോ, ബാക്കിയൊക്കെ അയാളുടെ കയ്യിലാ. എന്റെ ഈശ്വര. ഗോജനപശ്രീ വശിഷ്ഠ എടാ ഗോപി, എന്നെ കബളിപ്പിക്കാന്നുള്ള നിന്റെ മോഹമുണ്ടല്ലോ, അത് നടക്കില്ല കുട്ടി. അപൂർണാനന്ദ സ്വാമികൾ ആരാണെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാം. ദാ പോയി കിട്ടിയൊരിടത്തോളൂ. ഇപ്പൊ ആരെങ്കിലും കൊടുക്ക, ശുദ്ധിയുള്ള കാര്യമില്ലല്ലോ. ആ, അമ്മത് കയ്യിൽ വെച്ചോളൂ, കയറ്റിടണ്ട. ഞാൻ ഒന്ന് ശരിയാക്കി തരാം. ഞാൻ യൂണിയൻകാരെ കൊണ്ട് പണിയെടുപ്പിച്ചില്ലെന്ന് പറഞ്ഞാൽ അവർ വഴക്കുണ്ടാക്കാവോ? ആയിത്തെടുക്കടാ. തല മാറ്റി പിടിച്ചോട്ടാ. മോനെ നീ അപ്പുണ്ണിയെ, അപ്പുണ്ണിയെ, മേന സംശയിക്കണ്ട, മേനോ തന്നെയാ. ഇവിടെ ഭ്രാന്താശുപത്രിയിൽ എന്തിനാ വരിക? ഞാൻ അറിഞ്ഞില്ല മേന്നെ. ആരും അറിയിക്കാതെ വീട്ടുകാർ സ്വകാര്യ വെച്ചിരിക്കുക. ഇപ്പൊ എങ്ങനെയുണ്ട്? എപ്പോ വേണമെങ്കിലും പോകാന്ന് ഡോക്ടർ പറഞ്ഞു. പരിപൂർണ സുഖായിക്കോട്ടെ എന്ന് കരുതിയിരിക്കുകയാണ് ഞാൻ. അച്ഛന് ഭ്രാന്താണെന്ന് പറഞ്ഞ എന്റെ മകൾ ആരെങ്കിലും കെട്ടാൻ വരൂ? ഞാൻ അമിതമായി പലിശ വാങ്ങിയതിന്റെ ശിക്ഷയാണ് എന്ന് ആശ്വസിക്കാം. ദൈവത്തിന്റെ ഓരോ കളിവിളയാട്ടങ്ങളെ, അല്ലാണ്ട് എന്താ പറയാ? എന്താ പറഞ്ഞത്? എന്താ പറഞ്ഞത്? ദൈവത്തിന്റെ ഓരോ കളിവിളയാട്ടങ്ങള്. എന്താ പറഞ്ഞത്? ദൈവത്തിന്റെ ഓരോ കളിവിളയാട്ടങ്ങള്. എന്താ? അവന്റെ ഒരു ചുവപ്പ് മുണ്ടും ചുവപ്പ് ജുബയും ചുവപ്പ് തലയെക്കെട്ടും. ദൈവോ? അല്ല. അല്ലേ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ? അല്ല. ചോദിച്ച സാധനം പറയടാ. നീ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണോ? എങ്കിൽ അതിൽ തന്നെ ആര്? ഏത്? എന്തിനാടാ പാപത്തിനെ പിടിച്ച് പുറത്താക്കിയത്? നിനക്ക് ചമ്മൽക്കാട്ടിലെ ഭൂലം തേടി. ഡോക്ടറെ, നിങ്ങളുടെ ഭാര്യ മറ്റൊരാളെ കൂടെ ഒളിച്ചോടി പോയല്ലേ? നിങ്ങൾക്ക് വേറെ വിവാഹം കഴിച്ചൂടെ? ഫസ്റ്റ് വൈഫിന് ഞാൻ നോക്കിക്കോളാം, ഞാൻ കല്യാണം കഴിച്ചോളാം. വാട്ട് നോൺസെൻസ്! ആരാ നിങ്ങൾ? എന്താ വേണ്ടത്? പറയാം, എല്ലാം ഞാൻ പറയാം. എന്റെ പൊന്ന് സാറേ, ആർക്കാ വെളിവ് ആർക്കാ വെളിവില്ലാത്തതെന്ന് ഒരു പിടിയും കിട്ടണില്ല. ഈ കോമാളികളുടെ ഇടയിൽ ഞാൻ ആദ്യമായിട്ട് വന്നതാ. ഇയാളെ പുതുതായിട്ട് അഡ്മിറ്റ് ചെയ്താണോ? അല്ല സാർ, അഡ്മിറ്റാ. എന്റെ കൃഷ്ണ, ഞാൻ അപൂർണാനന്ദ സ്വാമികള് പാണാട്ട് വീട്ടില് ഞാൻ നമ്മുടെ കുട്ടിയെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. C12 ആയിക്കോ. കൂടുതൽ വയലന്റ് ആണെങ്കിൽ ഒരു ഇഞ്ചക്ഷൻ കൊടുത്ത് മാറ്റിക്കോളൂ. ഇഞ്ചക്ഷൻ കൊടുക്കേ? ഡോക്ടർക്കും വട്ട? ഡോക്ടർ ഇങ്ങനെ തമാശ പറയല്ലേ? കൊണ്ടുകളോ. വിടാൻ പറഞ്ഞ പിന്നെ വിടട്ടോ. വെറുതെ എന്തിനാ പിടിച്ചു വലിക്കണേന്ന് അങ്ങോട്ട് വരല്ലേ? നിങ്ങൾ വിചാരിച്ച പോലെ എനിക്കൊരു തകരാറുമില്ല. എന്തിനാ വെറുതെ എന്റെ ശാപം മേടിച്ചു പറ്റണേ? എല്ലാവരും ഇത് തന്നെയാ പറയാറ്. കഴിഞ്ഞ ആഴ്ച വന്ന ഒരുത്തം പ്രധാനമന്ത്രിയാണെന്ന് പറഞ്ഞാ ഓടിക്കറി വന്നത്. വന്നവരുടെയും പോയവരുടെയും കാര്യമൊന്നും നിങ്ങൾ പറയണ്ട. നിങ്ങൾക്ക് ഡോക്ടറെ കണ്ട് നിങ്ങൾക്ക് വല്ല ഇഞ്ചക്ഷൻ എടുത്തൂടെ? വിടേ. കണ്ട ഇത് കണ്ട വത്സ, നീ ദീർഘായുസാവുക. എനിക്ക് ചത്ത
വിടാൻ പറഞ്ഞില്ലേ വിടാൻ പറഞ്ഞിട്ടോ ഇതെന്റെ അമ്മാവനാ, എന്നെ കാണാൻ വന്നതാ. വിടൂ. എന്നാ പിടിച്ചോ. ഒറ്റ ഓട്ടമ്മാവാ. അമ്മാവൻ ഇരിക്കൂ. ഇരിക്കമ്മാവാ. വേണ്ട, ഞാൻ ഇവിടെ ഇരുന്നോളാം. അമ്മാവൻ എന്നാ എത്തിയത്? ഇന്നലെ രാത്രി നിന്റെ അമ്മയുടെ എഴുത്തിൽ നിന്നാണ് വിവരങ്ങളൊക്കെ അറിഞ്ഞത്. എന്ത് വിവരം? പങ്കുണ്ണിമേനോന്റെ ബാധ കൂടിയതാ, ഒരു സംശയമില്ല. ഒരു ഹോമം നടത്തി അവനെ അങ്ങോട്ട് ഒഴിവാക്കാം. ഹോമവും മാങ്ങാത്തിലൊന്നും അമ്മാവൻ നടത്തണ്ട. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. ഇവിടുന്ന് ഇറങ്ങട്ടെ. ആരുടെയൊക്കെ ബാധയെ ഒഴിപ്പിക്കേണ്ടത് ഞാൻ കാണിച്ചു കൊടുക്കാം. ഗോപി, അതല്ല. ഒന്നും പറയണ്ട. അമ്മാവൻ കാടാറ് മാസവും നാടാറ് മാസമായിട്ട് സൂഹിക്കല്ലേ. മറ്റുള്ളവരുടെ കഷ്ടപ്പാടിനെ കുറിച്ച് ഇതുവരെ ആലോചിച്ചിട്ടുണ്ടോ? ഇപ്പൊ എനിക്ക് കാശുണ്ടാകാൻ പോകുന്നെന്ന് അറിഞ്ഞ് എന്റെ കൂടെ പറ്റിക്കൂടാൻ നോക്കല്ലേ. അത് ശരി. അപ്പൊ നിനക്ക് പ്രാന്തല്ലേ? നിന്നെ ആ ഇടത്ത് വെട്ടി വലത്ത് തിരിഞ്ഞ് ഓതിരക്കടകം. സ്വാമി. മതി, നിങ്ങൾക്ക് എന്താ വേണ്ടത്? എന്നാ പിന്നെ അത് നേരത്തെ പറഞ്ഞു തൊലച്ചൂടെ, കുരുത്തം കെട്ടവരെ. ശിഷ്യന്മാരെല്ലാവരും കൂടി ഒന്ന് പൊക്കി. സ്വാമി, ഈ ജീവിതകാലം മുഴുവനും ഇവിടെ തന്നെ ചുറ്റിക്കളിക്കാൻ ഏതെങ്കിലും ഒരു ഈശ്വരൻ നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ഉം. ഓ.